നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ ക്ലബ് സാൻഡ്വിച്ച് ആണ്. ക്ലബ് സാൻഡ്വിച്ച് 3 ലെയർ ആയിട്ടാണ് വരിക. സാൻഡ്വിച്ച് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ നല്ല രീതിയിൽ ചൂടാക്കി അതിലേക്ക് നമ്മൾ ബ്രെഡ് ഓരോരോ പീസായിട്ട് നല്ല രീതിയിൽ ടോസ്റ്റ് ചെയ്തെടുത്തു. അത് രണ്ട് സൈഡ് മാറ്റി നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ആ ഒരു ഗ്രില്ല് ചെയ്തൊരു കളർ വരുന്ന രീതിയിൽ നമ്മൾ മാറ്റിയെടുത്തു. ഇനി നമ്മൾ ഇതിന് വേണ്ട വെജിറ്റബിൾസ് ആദ്യം തന്നെ ക്യാബേജ് എടുത്തു. വളരെ ചെറിയ പീസായിട്ട് നീളത്തിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചു. അതിനുശേഷം നമ്മൾ ക്യാരറ്റ് എടുത്തു. ഒരേ വലുപ്പത്തിൽ വളരെ നൈസായിട്ട് തന്നെ നീളത്തിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചു. അതിനുശേഷം നമ്മൾ ഗ്രീൻ കളർ ക്യാപ്സിക്കം നമ്മൾ എടുത്തത്. അതിനുശേഷം റെഡ് കളർ ക്യാപ്സിക്കം എടുത്ത് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചു. പിന്നെ സവാള ചെറിയൊരു പീസ് നമ്മൾ എടുത്തിട്ട് അതും കൂടി നീളത്തിൽ കട്ട് ചെയ്ത് മാറ്റി വെച്ചു. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ എടുക്കാം. കുക്കുംബർ, ക്യാരറ്റ്, ക്യാബേജ്, സവാള, തക്കാളി. അപ്പോൾ വെള്ളമയം ഇല്ലാത്ത ഇതാകുമ്പോൾ നമുക്ക് മയോണൈസും കൂടി മിക്സ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. ഇനി ഇതിലേക്കാണ് നമ്മൾ മയോണൈസ് മിക്സ് ചെയ്യുന്നത്. വെജിറ്റബിൾ മയോണൈസ് നമ്മൾ തയ്യാറാക്കിയതിന്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നല്ല ടൈറ്റ് ആയിട്ടുള്ള മയോണൈസ് നമ്മൾ മിക്സ് ചെയ്തു. വെജിറ്റബിൾ മയോണൈസ് ഒരു അല്പം കൂടി ഉപ്പ് ഇട്ട് കൊടുത്തു. അല്പം കൂടി വൈറ്റ് പെപ്പർ കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ഇനി നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ലെയർ തയ്യാറാക്കാനായിട്ട് കുക്കുംബർ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചു. സവോള റൗണ്ടായിട്ട് കട്ട് ചെയ്തു. അതിനുശേഷം തക്കാളി കൂടി റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി വെച്ചു. ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ മുകളിൽ ബട്ടർ തേച്ച് കൊടുത്തു. അതിന് മുകളിൽ നമ്മൾ ചൈനീസ് ക്യാബേജ് ആണ് വെച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഐസ്ബർഗോ വേറെ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ജസ്റ്റ് ബേസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാബേജിന് ചെറിയ ലീഫായാലും വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ. ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ സാൻഡ്വിച്ച് കിട്ടും. അതിൻ്റെ മുകളിൽ നമ്മൾ റൗണ്ടിൽ കട്ടി വെച്ചിട്ട് കുക്കുംബർ വെച്ച് കൊടുത്തു. അതിൻ്റെ മുകളിൽ തക്കാളി വെച്ച് കൊടുത്തു. അതിൻ്റെ മുകളിൽ സവാള കൂടി വെച്ച് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും വൈറ്റ് പെപ്പറും കൂടി നമ്മൾ മുകളിൽ ജസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ലെയർ ചീസ് വെച്ച് കൊടുത്തു. അതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും ബ്രെഡ് വെച്ചു. ബ്രെഡിൻ്റെ മുകളിൽ ബട്ടർ നല്ല രീതിയിൽ നമ്മൾ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വീണ്ടും ചൈനീസ് ക്യാബേജിൻ്റെ മുകളിൽ വെച്ച് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സാൻഡ്വിച്ചിൻ്റെ മിക്സ്, വെജിറ്റബിൾ മിക്സ് കൂടി അതിൻ്റെ മുകളിൽ വെച്ച് അതിന് ശേഷം ബ്രെഡ് വെച്ച് നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. നമ്മൾ തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും കുറച്ച് ബട്ടർ ഉപയോഗിച്ച് നല്ലോണം ഗ്രില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ക്രഞ്ചി ആയിട്ട് നമ്മുടെ സാൻഡ്വിച്ച് മാറും. വീണ്ടും ബ്രെഡിൻ്റെ മുകളിൽ നമ്മളല്പം ബട്ടർ തേച്ചിട്ടുണ്ട്. രണ്ട് സൈഡും ഒരേപോലെ ബ്രൗൺ കളറായിട്ട് നമ്മൾ ഗ്രില്ല് എടുക്കുകയാണ്. ഇനി നമ്മൾ സെർവ് ചെയ്യാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് രണ്ട് പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചു. ഫ്രഞ്ച് ഫ്രൈസും മയോണൈസും കൂടി നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക.